അപ്പോൾ പോക്കറ്റ് കേരളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ സ്കൂട്ടറിനാണ് പോകുന്നത്. ഓല, എൻ്റെ ഒരു പഴയ നമ്പർ 2 കൊല്ലം മുന്നേ മേടിച്ചൊരു ഓല. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാണുന്നത് ഒരു ബാഗുണ്ട്, ആ കാണുന്ന ഒരു ഗിറ്റാർ കൊടുക്കും. നമ്മുടെ പോക്കറ്റിൽ നമ്മുടെ കേരള എന്തൊക്കെ വെക്കാൻ പറ്റും നമുക്കിനി നോക്കാം. മൈ ഫസ്റ്റ് ജേർണി, ഫസ്റ്റ് വീഡിയോ, ആൻഡ് ഐ വിൽ സീ യു. അപ്പോൾ പോക്കറ്റ് കേരളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇന്നലെ എടുത്തൊരു ട്രയൽ വീഡിയോ കണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്താണ്, ഞാനിന്ന് മൊത്തത്തിൽ പാക്കും കാര്യങ്ങളൊക്കെ ചെയ്തു. അത് ഞാൻ കാണിച്ചു തരാം. I'll show you how that is. ഇപ്പോൾ ഞാൻ സ്കൂട്ടറിനാണ് പോകുന്നത്. ഓല, എൻ്റെ ഒരു പഴയ നമ്പർ 2 കൊല്ലം മുന്നേ മേടിച്ചൊരു ഓല. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാണുന്നത് ഒരു ബാഗുണ്ട്, ആ കാണുന്ന ഒരു ഗിറ്റാർ കൊടുക്കും. ഇതിൻ്റെ ഉള്ളിലുള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ സോ ഇതാണ് മൊത്തത്തിൽ കണ്ടീഷൻ. ഇപ്പോൾ എൻ്റെ ഉള്ളിൽ ബെഡ്, ടെൻറ്റ്, പില്ലോ, ചെയർ, ചാർജർ, അങ്ങനെ മൊത്തം കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ ഒരു ബാഗും ഉണ്ട്. ഫുൾ ചാർജ് ആയിരുന്നു, ഫുൾ ചാർജാണ്, 100% ചാർജാണ്. ഇപ്പം ഇനി ഞാൻ പതുക്കനെ ഇറങ്ങുന്നു. ഐ എം ഗോയിങ് സ്ട്രെയിറ്റ്, മറ്റേ ഹൈവേ പിടിച്ചിട്ടാണ് ഞാൻ വൈറ്റില വഴി പോകുന്നത്. സോ ഐ ക്യാച്ച് യു ഓൺ ദ വേ. ആൻഡ് എന്തെങ്കിലുമൊക്കെ തമാശയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിർത്തിയിട്ട് നമുക്ക് സംസാരിക്കാം, ചായയും കുടിക്കാം, ഒരു ചെറിയ കടിയും കാര്യങ്ങളൊക്കെ കടിക്കാം. നമ്മളിപ്പോൾ മലയാറ്റൂർ പോകുന്ന സ്ഥിതിക്ക് ചിലപ്പോൾ ഒരു പള്ളിയിൽ അച്ഛനെ നമുക്ക് മീറ്റ് ചെയ്യേണ്ട ഒരു അവസരം കിട്ടും. നോക്കാമെന്ന് എങ്ങനെയാണെന്നുള്ളത്. ഫസ്റ്റത്തെ എൻ്റെ റൈഡാണ്. അപ്പോൾ എന്തായാലും ടേക്ക് കെയർ. ഫസ്റ്റ് സേഫ്റ്റി ഫസ്റ്റ് ഓൾവേസ്. ഹെൽമെറ്റ് ഇടാതെ സഞ്ചരിക്കുന്ന പരിപാടിയില്ല. ഇറ്റ്സ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ് ടു വെയർ യുവർ ഹെൽമെറ്റ്. അങ്ങനെ നമ്മുടെ പോക്കറ്റിൽ നമ്മുടെ കേരള എന്തൊക്കെ വെക്കാൻ പറ്റും നമുക്കിനി നോക്കാം. മൈ ഫസ്റ്റ് ജേർണി, ഫസ്റ്റ് വീഡിയോ, ആൻഡ് ഐ വിൽ സീ യു. ടേക്ക് കെയർ. അപ്പോൾ കഴിച്ചാൽ നമ്മൾ ഇപ്പോൾ പകുതി വഴി എത്തിയിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ അറിയാം. ഓക്കെ, ഏകദേശം ഒരു 17 കിലോമീറ്ററും കൂടെ ബാക്കിയുണ്ട് നമുക്ക്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു 5 കിലോമീറ്റർ ദൂരം ആകുമ്പോഴത്തേക്ക് ഒരു ചായയും കടിയൊക്കെ കുടിക്കാനുള്ള ഒരു വകുപ്പിൽ ഇങ്ങനെ ഇരിക്കുക. ഐ ഹോപ്പ് ഐ ഫൈൻഡ് സം പ്ലേസസ് സ്റ്റേ. ടെൻറ്റ് ഇടാൻ പറ്റിയൊരു രീതി ഇല്ലാന്നുണ്ടെങ്കിൽ ലൈക്ക് യുനോ whatever we'll find something. എന്തായാലും എന്തെങ്കിലും നടപടിയാവും, അതെനിക്ക് ഉറപ്പാണ്. ഐ ഹോപ്പ് ടു മീറ്റ് സം ന്യൂ പീപ്പിൾ, ഇൻട്രസ്റ്റിംഗ് പീപ്പിൾ as well. സോ ഓക്കെ, അവിടെ കാണാം നമുക്ക്. സഖാവ് ഉഷാകുമാരി ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തയായ സാരഥി സഖാവ് ഉഷാകുമാരി ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കേരളത്തിലൊരു പ്രതിഭാസമാണ് ഇത്തരത്തിലുള്ള പ്രതിഭാസം. കേട്ടല്ലോ, എല്ലാവരും കേട്ടല്ലോ. എനിക്കിട്ടും ചെറിയൊരു പണി പുള്ളി വന്നു. ബട്ട് ഇറ്റ്സ് ഓൾറൈറ്റ്. പുള്ളി പറഞ്ഞത് മൊത്തത്തിൽ അങ്ങോട്ട് എനിക്ക് മനസ്സിലായില്ല. ബട്ട് എന്താ വാസ് ഫൺ ഇല്ലേ? നല്ല മേക്കപ്പ് ഒക്കെ ഇട്ടു. പുള്ളിയുടെ നാട്ടുകാരൊക്കെ നല്ലോണം ചിരിച്ചും കളിച്ചൊക്കെ ഇരിപ്പുണ്ട്. സോ നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഏരിയ ആണ്. എന്തായാലും പിന്നെ സാമൂഹികമായിട്ടുള്ള നല്ല കണക്ഷൻ ഉള്ളൊരു ഏരിയ ആണ്. സോ എനിവേ അത് നമുക്ക് കാണാൻ പറ്റി. വെരി നൈസ് പീസ്ഫുൾ റൈഡ്. ഒരു ഇനിയുണ്ട് 12 കിലോമീറ്റർ, 30 മിനിറ്റാണ് ഇവർ കാണിക്കുന്നത്. But the roads are so beautiful. So is she. And എന്താണ്, we'll get there soon. മഴക്കാറുണ്ട് കുറച്ച്. അത് വെതർ ഫോർകാസ്റ്റ് നോക്കിയ പ്രകാരം കുഴപ്പമൊന്നുമില്ല എന്നാണ് എഴുതിയിരുന്നത്. ബട്ട് ലെറ്റ്സ് സീ എങ്ങനെയാണെന്നുള്ളത്. കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്കും വെയിൽ വരുന്നതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഏകദേശം ഒരു സിമിലർ സിറ്റുവേഷനിൽ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ നിർത്തുന്നത്. ഇപ്പോൾ ഒരു 9 കിലോമീറ്റർ എങ്ങാണ്ടും ഉണ്ട്. അപ്പോൾ ഒരു ചായ കുടിക്കാനുള്ള വൈബിലാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കടയിൽ നമ്മൾ ചെല്ലുന്നു,
ചേട്ടാ ഒരു 1 ടീ പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്താ മലയാളം സംസാരിക്കുന്നില്ല. പുള്ളിയുടെ കൂടെ വന്നൊരു 2 വീഡിയോ ഒക്കെ എടുത്തിട്ട് അവസാനം പുള്ളിനോട് ചോദിക്കാം, ചേട്ടൻ ഇവിടെ കട തുടങ്ങിയിട്ട് എത്ര നാളായി? അത് നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആളുടെ പുള്ളിയുടെ റിയാക്ഷൻ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. പോലീസേ. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എവിടെയെങ്കിലും നമ്മൾ വണ്ടി നിർത്തി ഒരു ചായ കുടിക്കുന്ന രീതിയിലുള്ള സെറ്റപ്പ് ആയിരിക്കണം. കടകൾ ഇവിടെ അടുത്ത് തന്നെ ഒരു നല്ല ഒരു ടൗണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആസ് യു കെൻ സീ എന്താണ് ഹൈപ്പർ മാർക്കറ്റ്. ഇപ്പോൾ സമയമായിട്ട് ഇതിപ്പോൾ ഇവിടെ എന്തെന്നാണ് ഈ കുറച്ച് ബാക്ക് കൊച്ചി എറണാകുളം ജില്ലേൻ്റെയൊക്കെ പുറയിലായിട്ടൊക്കെ വരുമല്ലോ. അപ്പോൾ ഇത് ആൾക്കാരൊക്കെ എണീറ്റ് വരുന്നേ ഉള്ളൂ. ഇവിടെ ഒരു കടയുണ്ടായിരുന്നു. നമുക്ക് അടുത്ത കടയിൽ നിർത്താം. ലെറ്റ്സ് ട്രൈ. ഈ ടൗണിലൊന്നും കാര്യങ്ങളാണ്. കാസർഗോഡ് നിങ്ങൾ ഈ ടൗണൊക്കെ ഒന്ന് കണ്ടുപിടിക്കും. ടൗണിൻ്റെ പേരെന്താണ്? അത് കാലടി. ഓക്കെ, നമ്മൾ കാലടി എത്തി. നമ്മൾ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് കാലടി വരെ വന്നു. നമ്മൾക്ക് നേരെയാണ് പോകുന്നത്. ഹോപ്പ്ഫുള്ളി പോലീസുകാരൊന്ന് നോക്കിയിട്ട് പ്രശ്നം ഉണ്ടാക്കില്ലാന്ന് വിചാരിക്കുന്നു. Well. കള്ള് ഷാപ്പുണ്ട് കേട്ടോ അവിടെ. ചായക്കടന്ന് കള്ള് ഷാപ്പിൽ രാവിലെ അണ്ണന്മാർ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും really slow. ഇപ്പോൾ ഈ ചായക്കടകളൊക്കെ ഈ ടൗണിൻ്റെ ഒക്കെ അറ്റത്താണ് ഉണ്ടാവാറ്. നോക്കാം. എനിക്കാണെങ്കിൽ മലയാളം വായിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം കൂട്ടി വായിച്ചു വരുമ്പോഴത്തേക്കും കുറേ നാളാവും. അതാണ് ഒന്നും പറഞ്ഞാൽ വായിക്കാൻ തീരെ അറിയില്ല എന്നല്ല കേട്ടോ. എനിക്ക് അത്യാവശ്യം അറിയാം വായിക്കാനായിട്ടൊക്കെ. തീർന്ന് ഞാൻ അങ്ങോട്ട് ചായയില്ലേ? there's a cafe right there. Let's go to the cafe. Wonderful. Okay. Cafe open ആണോ ഇല്ലയോ എന്ന് നമുക്കിനി see. So, we'll stop here. There you go. Hey, please. Let's hope to get some tea today. That's the plan. Alright. That's not too bad. So, you have tea? Tea. Yes, tea. Yeah. Black tea? Black tea. Okay, without sugar. Thank you. It's a YouTube channel. YouTube channel. Okay. So as you can see, so yeah, as you can see, the vehicle is perfectly fine. We have everything that we need, and we also have the stuff. They have restaurants as well. It's Puppy's Cafe. That's good. Quality. Let's see. Can I record you? Take a chai? Okay. Alright. I'll show you this thing. Oh yeah. Lemon. Oh yes, lemon's good. Lemon's good. വെള്ളത്തിനൊക്കെ എന്ത് ക്ലീനാന്ന് നോക്കിയാൽ ബ്യൂട്ടിഫുൾ. Alright. What's your name? Firoz. Nice to meet you, Firoz. My name is Anthony. So this is the tea. I'll have the tea here. Thank you. Amazing. Oh, it's hot. Really hot. Okay. Thank you. Yeah, that's good. That's good. Thank you. Thank you so much. അപ്പോൾ കട തുടങ്ങിയിട്ട് എത്ര നാളായി? നീ എന്നെ പറ്റിച്ചു. എല്ലാവരും ശരിക്കും ഫസ്റ്റ് വീഡിയോ എടുത്തതാണ്.
അപ്പൊ അത് കാരണം നീ എന്നെ പറ്റിച്ചു. പക്ഷേ കുറച്ച് പറ്റിച്ചു. ഒന്നും വിചാരിക്കരുത് ചേട്ടാ, ഫിറോസ് ചേട്ടാ. ശരിക്കും പേര് അന്തോണി തന്നെയാണ്. അന്തോണി എന്ന് വിളിക്കാറ്. പേര് മാറ്റി പറഞ്ഞില്ല, പക്ഷെ ഇംഗ്ലീഷ്. അതെ, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ തന്നെയാണ്. ഇതൊരു റിയാക്ഷൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് ഓരോ ചായക്കടയിലൊക്കെ ചെല്ലുമ്പോ പ്രകൃതിയൊക്കെ കാണാൻ വേണ്ടി ഇങ്ങനെ പോവാണ്. അപ്പൊ ചേട്ടൻ അറിയാം. ചായക്കടയുടെ അകത്ത് എടുക്കുക. ഓഫ് കോഴ്സ്. വരൂ ഗൈസ്, കം ലെറ്റ്സ് ഗോ. ഒന്ന് കാണിച്ചു തരാമോ ഫിറോസ് ചേട്ടാ? പിന്നെ അല്ലാതെ ഇതാണ് നമ്മുടെ ബിരിയാണി. ഇവിടെ വന്നിട്ട് 100 രൂപയുള്ളൂ. ഓക്കെ. ഒരു ബിരിയാണി, ഫുൾ ബിരിയാണി 100 രൂപ. ഓക്കെ. പിന്നെ നെയ്ച്ചോറും ചിക്കനും ഉണ്ട്. ചിക്കൻ പൊരിച്ചതും നെയ്ച്ചോറും രണ്ടും കൂടെ കൂടിയിട്ടാണെങ്കിലും 120 രൂപ. ഓക്കെ. നമ്മള് ഇവിടെ കൊടുക്കുന്നതിൽ വെച്ചിട്ട് ഏറ്റവും കുറവ് പ്രൈസിൽ കൊടുക്കുന്ന സ്ഥലം. പക്ഷെ ചായ കുടിച്ചപ്പോ തന്നെ എനിക്ക് അതിന് നല്ല ക്വാളിറ്റി തോന്നി. നല്ല നല്ല കടുപ്പത്തിന് ചെയ്യുമ്പോഴും ഏറ്റവും നന്നായിട്ട് ചെയ്യും. അതെല്ലാം അങ്ങനെ തന്നെ ആയിരിക്കണം. നിന്റെ മനസ്സ് എങ്ങനെയാണെന്ന് എനിക്കറിയാൻ പറ്റും. പക്ഷെ നീ സായിപ്പാണെന്ന് വിചാരിച്ചത് എനിക്ക് പറ്റിയ പണ്ടത്തെ. ശരിക്കും സായിപ്പാണ് ഞാൻ. ആണോ? അതെ, ഞാൻ പക്ഷെ മലയാളിയാണ്. സംഭവം എന്താ വെച്ചാൽ അച്ഛൻ ഫ്രഞ്ച് ആണ്, അമ്മ മലയാളിയാണ്. ഞാൻ ജനിച്ചത് ഫ്രാൻസിലാണ്. സ്കൂളിലൊക്കെ പോയത് ഇവിടെ എറണാകുളത്താണ്. അപ്പൊ മലയാളം പഠിച്ചല്ലേ പറ്റുള്ളൂ. മലയാളം നന്നായിട്ട് പറയണോ? അക്ഷരസ്ഫുടം അമ്മ പഠിപ്പിച്ചു തന്നു എനിക്ക്. അങ്ങനെ നന്നായിട്ട് മലയാളം ഒരു രീതിയിലും തിരിച്ചറിയാൻ അങ്ങനെ ആക്കാൻ വേണ്ടിട്ടല്ലായിരുന്നു ജസ്റ്റ് ഒന്ന്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ അവിടെ ഇംഗ്ലീഷ്, സായിപ്പ് ഇംഗ്ലീഷ്, മലയാളം, കേരള മലയാളം, അതാണ് സൂപ്പർ. അത് രണ്ടും കൂടെ എങ്ങനെ കിട്ടും എന്നുള്ളതാണ് നല്ല പാടല്ലേ. തിരിച്ചറിയാൻ പറ്റരുതല്ലോ, ഒരു ഇതിലും തിരിച്ചറിയില്ലല്ലോ. അല്ല അതിപ്പോ നീ ഭയങ്കര സുന്ദരനാണ്. താങ്ക് യു സോ മച്ച് ചേട്ടാ. ശരിക്കും എത്ര വയസ്സായി കാണും? എനിക്ക് എത്ര ഉണ്ടാവും? ഒരു 27, 24. അത് 3-4 വയസ്സായല്ലോ. ഒരു നമ്പറിലൊന്നും ശരിക്കും മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ്. ഞാൻ ആവറേജ് പറഞ്ഞു കഴിഞ്ഞാൽ 22, 23, 22. എനിക്കിപ്പോ 30 ആവാനായി. ആദ്യം എനിക്ക് അങ്ങനെ തോന്നിയിട്ടായി. പക്ഷെ ചൈൽഡിഷ് നേച്ചറല്ലേ, മനസ്സിലാക്കാൻ പാടാം. അതെ, ഉറപ്പായിട്ടും. അപ്പൊ എന്തായാലും ഞാൻ ചായം കുടിച്ച് ഫിറോസ് സാറിനോട് 2 സംസാരങ്ങളൊക്കെ സംസാരിച്ചിട്ട് നമുക്ക് പിന്നെ കാണാം. ഓക്കെ. അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ചായ കുടിച്ചു. ഫിറോസ് ചേട്ടൻ ഉണ്ടാക്കിയ ചായ കണ്ടായിരുന്നല്ലോ, റിയലി നൈസ്. പുള്ളി ഇവിടെ മൊത്തം കുറച്ചൊക്കെ ഒന്ന് കറങ്ങി കാണിച്ചൊക്കെ തരുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇത് വേറൊരു ചേട്ടനും വന്നു എൻ്റെ ഇടയ്ക്ക്. ഹീസ് എ കസ്റ്റമേഴ്സ് വെൽ. അപ്പോൾ പതുക്കിന് ഇപ്പോൾ ഇറങ്ങില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കാണാമല്ലോ, അവിടെ മുകളിൽ ഫുള്ള് മഴക്കാറൊക്കെയാണ്, മഴക്കാറുണ്ട്. അപ്പോൾ ഇത്രയും വേഗം വിടണം. അപ്പോൾ നേരെ പള്ളിയിൽ പോകുമോ അല്ലെങ്കിൽ നേരെ എങ്ങനെയാണെന്നുള്ള വിൽ സി. അപ്പോൾ എന്തായാലും ഫിറോസ് ചേട്ടാ, അപ്പൊ പിന്നെ നീ എന്നെ തേടി വരണം. ഉറപ്പായിട്ടും എന്നെ കാണാൻ വേണ്ടി വല്ലോ. ഓഫ് കോഴ്സ് വരുന്നതാണ്. അപ്പൊ ശരി, അപ്പൊ ഫോളോ ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ.